നമസ്കാരം. ഡീസോൺ കലോത്സവ വേദിയിൽ SFI പ്രവർത്തകനെ മാരകായുധങ്ങളുമായി എത്തിയ KSUവിന്റെ വേട്ടപ്പട്ടികൾ, ഗൂണ്ടകൾ കൊല ചെയ്യാൻ വേണ്ടി നടത്തിയ ആ ഒരു ശ്രമം നമ്മളൊക്കെ കണ്ടതാണ്. അതിക്രൂരമായാണ് ആശിഷ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ KSUവിന്റെ ഗൂണ്ടകൾ ആക്രമിച്ചത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആ വാർത്ത തുടക്കമൊക്കെ മുക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. അവസാനം ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് ഈ KSUവിന്റെ അതിക്രമങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഗത്യന്തരമില്ലാതായപ്പോഴാണ് മാധ്യമങ്ങൾ പോലും ഈ വാർത്ത കൊടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ എന്റെ കയ്യിൽ റിമാൻഡ് റിപ്പോർട്ട് കയ്യിലിരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: ദേഹോപദ്രവത്തിൽ പരിക്ക് പറ്റി മുളങ്കുന്നത്തുകാവ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4-ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന ചെറുത്തുരുത്തി വില്ലേജ് പുതുശ്ശേരി ദേശം ചാത്തുമുണ്ടത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ ആശിഷ് കൃഷ്ണ 20 വയസ്സ് എന്നയാൾ ഇന്ന്, അതായത് 28/1/2025 തീയതി 1 മണിക്ക് ടിയാനെ, ഗോകുൽ, അശ്വിൻ, ആദിത്യൻ, അക്ഷയ് എന്നിവരും കണ്ടാലറിയാവുന്ന മറ്റു 10 പ്രതികളും കൂടിയിട്ട് 21/1/2025 തീയതി രാത്രി 11:30 മണിക്ക് ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ഈ സംഘത്തിലെ അംഗങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് മാരകായുധങ്ങളായ മുളവടി, ഇരുമ്പ് പൈപ്പ് എന്നിവ കൈവശം വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ കലോത്സവം നടക്കുന്ന മാള ഹോളി ഗ്രേസ് കോളേജിലെ 1-ാം നമ്പർ വേദിയുടെ മുൻവശം വെച്ച് പരിപാടിയുടെ നടത്തിപ്പിന്റെ അപാകതകളെ പറ്റി ആവലാതിക്കാരൻ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ SFI പ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടെ 3-ാം പ്രതി ആവലാതിക്കാരനെ തടഞ്ഞു നിർത്തി വലത് കവിളിൽ കൈകൊണ്ടടിച്ചും 4-ാം പ്രതി പുറത്ത് ചവിട്ടിയും താഴെ വീണ ആവലാതിക്കാരനെ 1-ാം പ്രതി ഒരു SFI പുലയാടി മക്കളെയും പുറത്തു വിടില്ല, നിന്നെ ഇന്ന് കൊല്ലുമട എന്നും പറഞ്ഞ്, അതായത് ഗോകുൽ ഗുരുവായൂർ എന്നും പറഞ്ഞ് കയ്യിൽ ഉണ്ടായിരുന്ന മാരകായുധമായ മുളവടി കൊണ്ട് ആവലാതിക്കാരന്റെ തലയുടെ പിറകിലും വലത് ചെവിയുടെ പിറകിലും കഴുത്തിലും അടിക്കുകയും ഈ സമയം 2-ാം പ്രതി ഇരുമ്പ് പൈപ്പ് കൊണ്ട് വലത് ഷോൾഡറിന് താഴെ അടിക്കുകയും കണ്ടാലറിയാവുന്ന 5 മുതൽ 14 കൂടിയ മറ്റു പ്രതികൾ ആവലാതിക്കാരനെ അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്ര മാരകമായാണ് ആശിഷ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയെ KSUവിന്റെ ഗൂണ്ടകൾ ആക്രമിച്ചത്. അല്ലെ, ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. എത്രത്തോളം ഒരു ക്രിമിനൽ മൈൻഡ് ഇവർക്ക് ഉണ്ടായി കാണുമെന്ന് പറയാതെ വയ്യ. എന്നിട്ട് ഇപ്പൊ എവിടെയാണ് ഗോകുൽ ഗുരുവായൂർ? ഒളിച്ചിരിക്കുകയാണ്. അതായത് SFIയുടെ ഒരു നേതാവിനെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തി, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടി, കൊല്ലാൻ പറ്റിയില്ല, ഇപ്പൊ ഒളിവിലാണ്. അപ്പൊ ആ ക്രിമിനലിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരൊക്കെയാണ് രംഗത്തേക്ക് വരുന്നത്? നിഖിൽ പൈലി, അതുപോലെ തന്നെ K സുധാകരൻ. കുട്ടിയാണല്ലോ, എന്റെ കുട്ടികളെയൊക്കെ എനിക്ക് സംരക്ഷിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗോകുൽ ഈ പറയുന്ന ഗുരുവായൂർ, അതായത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, ഒരു ഗീർവാണം അടിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനടിയിൽ വന്ന് നിറഞ്ഞ കമന്റുകൾ, അത് കാണേണ്ട കമന്റ് തന്നെയാണ്. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ എന്നാണ് ചോദിക്കുന്നത്. ഒളിവിലാണല്ലേ എന്നാണ് പലരും പറയുന്നത്. നീ ചെയ്തതിനൊക്കെ നീ എണ്ണി അനുഭവിക്കും എന്ന് തന്നെയാണ് പലരും കമന്റ് ഇടുന്നത്. എന്തായാലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഒരിക്കലും ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇങ്ങനെ കൂത്താട്ടം അഴിച്ചുവിട്ട് ഒരു ഗൂണ്ടായിസം കാണിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. എക്കാലത്തും KSU അക്രമ രാഷ്ട്രീയത്തിന്റെ പക്ഷത്താണല്ലോ. എന്തായാലും ഈ അക്രമത്തെ കുറിച്ച് ഈ നമ്മുടെ ഡോക്ടർ P സരിൻ കൂടി ചിലതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് കൂടി വായിക്കേണ്ടതാണ്. അതുകൂടി ഞാനത് വായിക്കാം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: SFIക്കാരെ KSU ജില്ലാ പ്രസിഡന്റ് അടക്കം വളഞ്ഞിട്ട് തല്ലുന്നത് വെറും വിദ്യാർത്ഥി സംഘർഷവും ആരെന്ന് പോലും വ്യക്തമല്ലാത്ത CCTV ഫൂട്ടേജ് SFI ആക്രമണമാക്കുന്ന മാധ്യമധർമ്മം. അടിപൊളി കമന്റ്. SFIക്കാരായ വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് ആക്രമിച്ച ശേഷം ആംബുലൻസിൽ ചിരിച്ചുല്ലസിച്ച് രക്ഷപ്പെടുന്ന KSU ക്രിമിനലുകളെ കേരളം കാണാതെ പോകരുത്. KSU അല്ലേ ഇങ്ങനെയൊക്കെ ആവാനേ അറിയൂ. ജീവൻ രക്ഷാ സംവിധാനമായ ആംബുലൻസ് പോലും ദുരുപയോഗം ചെയ്ത് ക്രിമിനലുകളെ ഒളിച്ചു കടത്തുന്ന, ഇങ്ങനെ വെളുക്കെ ചിരിച്ചു കാണിക്കുന്ന KSUക്കാരന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് മറന്നു പോകരുത് എന്നാണ് ഡോക്ടർ P സരിൻ പറയുന്നത്. അദ്ദേഹത്തിന് നന്നായി അറിയാമല്ലോ KSUവിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ഒക്കെ. അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് ഈ ക്രിമിനലുകളെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 35ഓളം SFIക്കാരുടെ ജീവനാണ് KSUക്കാരെടുത്തത്. അതറിയാമോ? എന്നാൽ ഒരൊറ്റ KSUക്കാരന്റെ ജീവൻ പോലും SFIക്കാരൻ എടുത്തില്ല. എന്തുകൊണ്ടാണ്? അക്രമത്തെ അക്രമം കൊണ്ടല്ല എടുക്കേണ്ടതെന്ന് നന്നായി തന്നെ SFIക്കാരൻ അറിയാം. SFIക്കറിയാം. ആ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അക്രമ രാഷ്ട്രീയമല്ല പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്.
അക്രമ രാഷ്ട്രീയത്തിലൂടെ കലാലയങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ഭീതി സൃഷ്ടിച്ചുകൊണ്ട് അധികാര കസേരകൾ ഉറപ്പിക്കാമെന്ന വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSUവിന്റെ അത്തരം തോന്നലുകൾ, ആ തോന്നലുകൾക്ക് വെറും തോന്നലാണെന്ന് എല്ലാ കാലത്തും വിദ്യാർത്ഥികൾ തന്നെ കാണിച്ചു തരാറില്ലേ? കലാലയങ്ങളുടെ മുകളിൽ പാറിപ്പറക്കുന്നത് എന്ത് കൊടിയാണ്? ശുഭ്ര പതാകയാണ്. എന്തുകൊണ്ടാണ് ആ നീലക്കൊടി കയറ്റി കെട്ടാൻ പറ്റാത്തത്? വിദ്യാർത്ഥികൾക്കറിയാം. വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്താൻ കഴിയുന്ന ഒരേ ഒരു വിദ്യാർത്ഥി സംഘടന അത് SFI ആണെന്ന്. KSUക്കാർ 35 SFIക്കാരുടെ ജീവനെടുത്തു എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല, വളരെ വ്യക്തമായി തന്നെ പറയാം അത് ആരുടെയൊക്കെയാണെന്ന്. 2022 ജനുവരി 10 ധീരജ് രാജേന്ദ്രൻ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്യാമ്പസിന് മുന്നിലിട്ട് കുത്തിക്കൊണ്ടു. കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ്സുകാരനാണ് കുത്തിയത്. PK രമേശൻ 1994 സെപ്റ്റംബർ 29 അദ്ദേഹം കൊല്ലപ്പെടുന്നത്. 94 മടപ്പള്ളി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ KSUക്കാർ ക്യാമ്പസിന് പുറത്തുള്ള RSS ഗൂണ്ടകളുടെ സഹായത്തോടെ നടത്തിയ ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റാണ് PK രമേശൻ രക്തസാക്ഷിയായത്. ജോബി ആൻഡ്രൂസ് 1992 ജൂലൈ 15 കൊല ചെയ്യപ്പെട്ടു. SFI താമരശ്ശേരി ഏരിയ സെക്രട്ടറി ജോബി ആൻഡ്രൂസിനെ KSU MSF സംഘം ആസൂത്രിതമായി കൊലപ്പെടുത്തി. കൊച്ചനിയൻ 92 ഫെബ്രുവരി 29 അതായത് സർവകലാശാല ഇന്റർസോൺ കലോത്സവ വേദിയിലാണ് കൊച്ചനിയൻ കൊല്ലപ്പെട്ടത്. ചോര വാർന്ന് വീണ കൊച്ചനിയനെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ഈ KSUക്കാർ സമ്മതിച്ചില്ല. സാബു 1988 ജനുവരി 24 കോൺഗ്രസ് ഗൂണ്ടകളാണ് മണർക്കാട് സെന്റ് മേരീസ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ സാബുവിനെ കൊന്നത്. CV ജോസ് 1982 ഡിസംബർ 17 പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്നാണ് KSU നേതാക്കൾ ഈ ജോസിനെ കൊന്നത്. PK രാജൻ 1979 ഫെബ്രുവരി 24 കൊല ചെയ്യപ്പെട്ടു. തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന PK രാജനെ ബാലരാമൻ പിള്ള എന്ന KSU പ്രവർത്തകനാണ് കുത്തിക്കൊന്നത്. G ഭുവനേശ്വരൻ 1977 ഡിസംബർ 7 കൊല ചെയ്യപ്പെട്ടു. പന്തളം NSS കോളേജ് ക്യാമ്പസിൽ KSU ഗൂണ്ടാക്രമണത്തിൽ പരിക്കേറ്റ ഭുവനേശ്വർ ചികിത്സയിലിരിക്കെയാണ് മരിക്കുന്നത്. സെയ്താലി 74 സെപ്റ്റംബർ 19 പട്ടാമ്പി സംസ്കൃത കോളേജ് ക്യാമ്പസിലെ അതിക്രമങ്ങൾ ചെലുത്തതിനാണ് സെയ്താലിയെ തലയിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ച് വീഴ്ത്തി കുത്തിക്കൊന്നത്. അഷ്റഫ് 74 മാർച്ച് 5 കൊല ചെയ്യപ്പെട്ടു. KSU കൊലക്കത്തിക്കിരയായ SFIയുടെ ആദ്യ രക്തസാക്ഷിയാണ് അഷ്റഫ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് യൂണിയൻ പിടിച്ചെടുത്ത SFI പ്രവർത്തകരെ 1973 ഡിസംബർ 3 മാരകായുധങ്ങളുമായി KSU പ്രവർത്തകർ ആക്രമിച്ചു. ചികിത്സയിലിരിക്കെയാണ് അഷ്റഫും മരിക്കുന്നത്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ വിവരിക്കാനാണെങ്കിൽ ഇനിയുമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് KSU. അങ്ങനെ പല SFI പ്രവർത്തകരുടെ നേതാക്കളുടെയൊക്കെ ജീവൻ എടുത്ത് ആ ചോര കൊണ്ട് അഭിഷേകം നടത്തിയാണ് നിങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരു വൃത്തികെട്ട ഒരു പ്രത്യയശാസ്ത്രം പയറ്റുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ജീവൻ എടുക്കുന്ന രക്തരക്ഷസുകളാണ് KSU നേതാക്കൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന ഇന്നലെ നടന്ന ആ ഒരു അതിക്രമത്തിൽ അവിടെ പല SFI പ്രവർത്തകർക്കും ജീവൻ കിട്ടിയത് ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്ത്രീകളെ പോലും വെറുതെ വിട്ടോ, അവരെയും അതിക്രൂരമായി മർദ്ദിച്ച് അവരെയും പല രീതിയിൽ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയില്ലേ? കസേരയെടുത്ത് അടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിഖിൽ പൈലിയെ പോലുള്ള ക്രിമിനലുകൾ രംഗത്തേക്ക് വരുന്നു. K സുധാകരനെ പോലുള്ള ആളുകൾ അവർക്ക് പ്രചോദനമായിട്ട് അവരെ വലിയ രീതിയിൽ തന്നെ അങ്ങ് സുഖിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ, ഞാനിപ്പോ ഈ പറഞ്ഞ കണക്ക് പറഞ്ഞു, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഇവരുടെ ഈ നെറികെട്ട ഈ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ട് KSU എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഈ ചീഞ്ഞളിഞ്ഞ മുഖം തുറന്നു കാട്ടിയോ? ഇല്ലല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? വിദ്യാർത്ഥി സംഘർഷം എന്ന പേരിൽ ഒതുക്കാൻ ശ്രമം നടത്തി. അവസാനം ആംബുലൻസിൽ ഈ ആക്രമികൾ പോകുന്ന ദൃശ്യങ്ങൾ, ഈ പറയുന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഇനി കൊടുക്കാതിരിക്കാൻ വയ്യ എന്ന ഒരവസ്ഥയിലെത്തി. അപ്പൊ പിന്നെ അവർ കൊടുത്തു. മാതൃഭൂമി പത്രമൊക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്ത ഞാൻ തന്നെ പുറത്തുവിട്ടിരുന്നല്ലോ. വിദ്യാർത്ഥി സംഘർഷമായിരുന്നു അത്രേ. അവസാനം വിദ്യാർത്ഥി സംഘർഷം എന്ന് പറഞ്ഞവരുടെ വാഗൊണ്ട് തന്നെ KSU എന്ന് പറയുന്ന ഗൂണ്ടകളാണ് SFI ആക്രമിച്ചതെന്ന് പറയിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് SFI എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.